നമസ്കാരം. സംസ്ഥാനത്ത് 5 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും. മഴ കനത്തതോടെ പമ്പയിൽ ജലനിരപ്പ് ഉയർന്നു. കക്കിയാറിലും ഒഴുക്ക് ശക്തമായി തുടരുന്നു. കനത്ത മഴയെ തുടർന്ന് കൊല്ലം പാലരുവി വെള്ളച്ചാട്ടം താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. കേരള തീരത്ത് മീൻപിടുത്തത്തിനുള്ള വിലക്ക് തുടരുകയുമാണ്. അതേസമയം തമിഴ്നാട്ടിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അവിടെ 16 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 15 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ഡിസംബർ മാസത്തിൽ മഞ്ഞുകാലം സജീവമാകേണ്ട സമയത്ത് കാലം തെറ്റിയുള്ള ശക്തമായ മഴ എന്തുകൊണ്ടാണ്? കാലാവസ്ഥയിലെ ഈ വ്യതിയാനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ എന്നും പരിശോധിക്കുന്നു ഇന്ന് ന്യൂസ് ഈവനിംഗ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പ്രത്യേക അതിഥിയായി ഇന്ന് കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ ന്യൂസ് ഈവനിംഗിൽ ചേരുന്നുണ്ട്. ഗുഡ് ഈവനിംഗ് മാഡം. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം കാലം തെറ്റിയുള്ള ഈ മഴ അല്ലെങ്കിൽ ഈ രീതിയിലുള്ളൊരു കാലാവസ്ഥ അത് നമുക്ക് അത്ര പരിചയമുള്ള ഒന്നല്ല. ഡിസംബർ മാസത്തിൽ ശക്തമായ അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സമയമാണ് സാധാരണഗതിയിൽ കേരളത്ത് അനുഭവപ്പെടുക. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. മഴ പെയ്യുന്നു, പലയിടങ്ങളിലും അത് റെഡ് അലേർട്ടും ഒപ്പം ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെയായി മാറുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കാലാവസ്ഥ മാറ്റമുണ്ടായത് എന്നതിൽ ആദ്യം തുടങ്ങാം. ഇത് ഇപ്പം നമ്മൾ കാണുന്ന മഴ എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ന്യൂനമർദ്ദം അത് കേരളത്തിന് മുകളിൽ കൂടി അറബിക്കടലിലേക്ക് പോയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഇന്നലെയും ഇന്നുമായിട്ട് ഈ കാണുന്ന മഴയുണ്ടായിരിക്കുന്നത്. അത് അറബിക്കടൽ ലക്ഷദ്വീപിനടുത്തായിട്ടാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അത് പിന്നെയും പടിഞ്ഞാറേക്ക് പോകുന്നതോടുകൂടി നമുക്ക് ഇന്നത്തോടുകൂടി ഈ മഴയുടെ ഇഫക്റ്റ് അങ്ങ് കുറയും. ഇപ്പോൾ നാളെയും മറ്റന്നാളും അതിന് അടുത്ത ദിവസവും 3 ദിവസം നമുക്ക് മഴ കാര്യമായിട്ടുണ്ടാവില്ല. അതിനുശേഷം പിന്നെ 5-ാമത്തെ ദിവസമാണ് പിന്നെ നമുക്ക് അടുത്ത ചൊവ്വാഴ്ചയാണ് പിന്നെ യെല്ലോ അലർട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് വേറൊരു ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ സീക്ക് അടുത്തായിട്ട് രൂപപ്പെട്ട് വരുന്നുണ്ട്. അത് നമുക്ക് തമിഴ്നാടിനടുത്തേക്ക് എത്തുന്നതോടുകൂടി നമുക്ക് കേരളത്തിൽ മഴ കിട്ടും. ഇതാണ് ഈ മഴയ്ക്ക് നമ്മളിപ്പോൾ കാണുന്ന ഈ മഴയ്ക്കുള്ള കാരണം എന്ന് പറയുന്നത്. നമുക്ക് പരിചയമുള്ള ഒന്നല്ല ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള ഈ സമയത്തുള്ള കാലാവസ്ഥ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ മാറി മാറി വരുന്ന കൊടുങ്കാറ്റുകൾ, അതിനുശേഷം ഉണ്ടാകുന്ന അവിടുത്തെ ദുരിതങ്ങൾ, ഇതെല്ലാം മുൻപ് വാർത്തയായതാണ്. 2018 പ്രളയത്തിന് ശേഷം കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ സംവിധാനങ്ങൾ മാറേണ്ടതുണ്ട്. നമ്മുടെ പൊതുബോധം, കാലാവസ്ഥയെക്കുറിച്ചുള്ള പൊതുബോധം ജനങ്ങൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. കേരളത്തിൽ മുൻപുള്ള അല്ലെങ്കിൽ ഈ 2018 മുമ്പ് വരെ ഉണ്ടായിരുന്നൊരു സ്ഥിതിയല്ല എന്നുള്ള കാര്യം, അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഒരു കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ എന്ന നിലയിൽ താങ്കൾ നോക്കിക്കാണുന്നത്? ഇത് സാധാരണ ഉണ്ടാവുന്നതല്ല എന്ന് പറഞ്ഞാൽ മുഴുവനായും ശരിയാവില്ല. കാരണം 2000 മുതൽ 2023 വരെയുള്ള ഒരു പീരീഡ് നോക്കിയപ്പോൾ സൈക്ലോണായിട്ടും ഡിപ്രഷനും ഡീപ്പ് ഡിപ്രഷനും ഒക്കെ ആയിട്ട് കുറച്ച് സിസ്റ്റങ്ങൾ തമിഴ്നാട് കടന്ന് കേരളത്തിൽ വന്നപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഒരു 6 സിസ്റ്റങ്ങൾ ഇതുവരെ നമുക്ക് ഈ പീരീഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വർഷം നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കൂടുതലാണ്. ഓരോ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിലൊരു സിസ്റ്റം എന്നുള്ള പോലെയൊക്കെ നമുക്കിപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പിന്നെ ഒരു കാര്യം ഇപ്പോൾ 2018 കാര്യം അല്ലെങ്കിൽ 2017 ഓഖിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ശതമാനം ഒരു ശരിയുണ്ട്. കാരണം മഴയുടെ ഇൻറ്റൻസിറ്റി കൂടി എന്നുള്ളതാണ്. കാരണം ഒരു ന്യൂനമർദ്ദം നമുക്ക് കേരളത്തിന് കൂടി മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ, കടന്നു പോവുകയാണെങ്കിൽ, നേരത്തെയൊക്കെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് റെഡ് അലർട്ടൊക്കെ ഇഷ്യൂ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് പെയ്യുന്ന മഴയുടെ അളവിൽ കൂടുതലുണ്ട്. വെതർ സിസ്റ്റത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് തന്നെ ആയിരിക്കുമ്പോൾ തന്നെ പെയ്യുന്ന മഴയുടെ അളവിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് അലർട്ട് ഇഷ്യൂ ചെയ്യാതെ. നേരത്തെ ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ നോക്കുമ്പം അത്രയ്ക്കധികം മഴ നൽകുന്ന ഒരു സിസ്റ്റം ആയിരുന്നില്ല ഈ ന്യൂനമർദ്ദം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് റെഡ് അലർട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ സിസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ കാസർഗോഡൊക്കെ വളരെയധികം മഴയാണ് പെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ തമിഴ്നാടിൻ്റെ കാര്യത്തിലും. ഇന്നലെ തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ മഴ എന്ന് പറഞ്ഞത് 55 സെൻറ്റിമീറ്ററോളം മഴയാണ് ഒരു സ്റ്റേഷനിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 10-12 സ്ഥലത്ത് 20 സെൻറ്റിമീറ്റർ കൂടുതൽ മഴയും വളരെ വ്യാപകമായിട്ട് കനത്ത മഴ പെയ്തിട്ടുണ്ട് ഇന്നലെ തമിഴ്നാട്ടിൽ. അപ്പോൾ സാധാരണഗതിയിൽ ഇത്രയധികം മഴ ഇതുപോലുള്ള സിസ്റ്റത്തിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു സാധാരണമായിരുന്നില്ല. ഇപ്പോൾ ഇതൊരു സാധാരണ കാര്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മാഡം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത്. കാരണം ജനങ്ങൾ ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ സമയത്ത് അലേർട്ടുകൾ ലഭിക്കുക, അത് കൃത്യമാവുക എന്ന്
പൊതുജനം അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഇപ്പം നമ്മൾ കണ്ടതാണ്, ഒരു ചെറിയ മഴ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് മാത്രം ശക്തമായ മഴ ഉണ്ടാകുന്ന സാഹചര്യം മുണ്ടക്കയിലും ചൂരൽമലയൊക്കെ സംഭവിച്ചത് അതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കയുണ്ട്. മഴ പെയ്യുമ്പോൾ ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിലൊരു ആശങ്ക ഉണ്ടാകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ സംവിധാനങ്ങൾ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ സംവിധാനങ്ങളെ കുറിച്ച് എന്താണ്? കൃത്യമായ അലേർട്ടുകൾ കൃത്യസമയത്ത് നൽകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉണ്ട്. 24 മണിക്കൂറും നമ്മൾ എല്ലാ വെതർ സിസ്റ്റത്തെയും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അതിനുള്ള വാർണിങ്സും അലേർട്ട്സും മാറ്റി കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പറഞ്ഞാൽ മാറി മറിയുന്ന ഒരു അവസ്ഥ അതുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെയാണ് അപ്പോൾ ഓരോ ജില്ലയിലെയും ഓരോ ഭാഗത്തും മഴമേഘങ്ങൾ വരുന്നതിനനുസരിച്ചും അതിൻ്റെ എത്ര മഴ കൊടുക്കാമെന്നുള്ളതിനനുസരിച്ചിട്ടുള്ള അലേർട്ടുകളൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരുന്നുണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴൊക്കെ. പ്രത്യേകിച്ചും കേരളത്തിൽ നമുക്ക് രാത്രി കാലങ്ങളിലാണ് മഴ കൂടുക. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതുപോലെ ഞങ്ങളും അതേപോലെ തന്നെ അതേ ജാഗ്രത പുലർത്തുന്നുണ്ട്. എല്ലാ സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വെതർ സിസ്റ്റത്തെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഷ്യൂ ചെയ്യുന്ന അലേർട്ട്സ് പബ്ലിക്കിന് അതേ സമയത്ത് എത്തിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തന്നെ പറ്റുള്ളൂ. കാരണം പബ്ലിക് എപ്പോഴും TV കാണുകയോ വാർത്ത കേൾക്കുകയോ ചെയ്യാത്തവർ, അല്ലെങ്കിൽ മൊബൈൽ വഴി ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ അലേർട്ട്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാലും അതിന് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി എന്ന് പറയുന്നത്, അതായത് പബ്ലിക്കിൻ്റെ അടുത്തേക്ക് ഓരോരുത്തരിലേക്കും അത് എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു 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 എന്താ പറയുക, അവിടെയാണ് ഒരു അല്പമെങ്കിലും ഒരു മിസ്സിംഗ് ലിങ്ക് ആയിട്ടുള്ളതെന്നാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തോന്നുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഒരു ചെറിയ സമയത്ത് ഒരു പ്രത്യേക ഇടത്തിൽ മാത്രം ശക്തമായ മഴ പെയ്യുന്നു. അത് ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം സമയത്തേക്ക് അത് നീണ്ടുപോകുന്നു. ആ ശക്തി തൊരാതെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, അത് വെള്ളക്കെട്ടാണെങ്കിലും അല്ലെങ്കിൽ മണ്ണിടിച്ചിലാണെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്ന അപകടങ്ങൾ മറ്റൊന്ന്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ, അതിപ്പോൾ മാഡം പറഞ്ഞാൽ പോലും മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കാലാവസ്ഥയിൽ കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ചില പ്രതിഭാസങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സംവിധാനങ്ങളും നമ്മുടെ സുരക്ഷാ ക്രമീകരണങ്ങളും മുൻകരുതലും മാറേണ്ടതുണ്ടല്ലോ. അത് കേരളത്തിൽ മാത്രമല്ല എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം കേരളത്തിനെ സംബന്ധിച്ചുള്ള നമ്മളുടെ വൾനറബിലിറ്റി, അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന അതിശക്തമായ ഏതെങ്കിലും ഒരു അവസ്ഥയുണ്ടായ ഒരു പ്രകൃതിക്ഷോഭം നമുക്കുണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. ആ കാര്യത്തിലാണ് കേരളത്തിന് വ്യത്യസ്തത വരുന്നത്. അല്ലാതെ വൾനറബിലിറ്റി കാലാവസ്ഥയിൽ ഉള്ള മാറ്റം എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ കാര്യം പറഞ്ഞത്. കാരണം എല്ലായിടത്തും ഈ വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട്. ഈ മഴയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ വേറൊരു ഏതെങ്കിലും ഒരു രീതിയിൽ വ്യത്യാസമുണ്ട്. അത് ആഗോള താപനത്തിൻ്റെ ഭാഗമാണെന്ന് ഇതുവരെ എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്താ പറയുക, മുൻകരുതൽ നടപടികളൊക്കെ എടുക്കുന്നുമുണ്ട്. പക്ഷേ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക, പ്രകൃതിയുടെ പ്രത്യേകത കൊണ്ടും നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൊണ്ടൊക്കെ ഉണ്ടാകാവുന്ന ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, നമ്മുടെ കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ്. അത് ഏറെക്കാൾ നീണ്ടു നിൽക്കാൻ പോകുന്നതാണ്. ഇനിയിപ്പോൾ വരും വർഷങ്ങളിലൊക്കെ ഇത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഏത് രീതിയിലാണ് ഇതിനോട് ഒത്തുപോകേണ്ടത്? എന്താണ് പൊതുസമൂഹത്തോട് മാഡത്തിന് പറയാനുള്ളത്? ഇപ്പോൾ ഒന്ന്, ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ചും സർക്കാർ ഏജൻസികളിൽ നിന്ന് വരുന്നത്, അത് കേരളത്തിലാണെങ്കിൽ KSDM അല്ലെങ്കിൽ IMDയിൽ നിന്ന് വരുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത് വിശ്വസിക്കുക. അതിനനുസരിച്ചിട്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണോ, പ്രത്യേകിച്ചും യാത്ര ഒഴിവാക്കുക, അല്ലെങ്കിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലോ നദി കടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോകരുതെന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം പാലിക്കാൻ നോക്കുക. നമ്മുടെ സ്വയരക്ഷയുടെ കൂടി ഭാഗമാണ് നമ്മുടെ സിസ്റ്റത്തോട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന നമ്മുടെ ഒരു ബാധ്യതയും കൂടിയാണെന്ന് കരുതിക്കൊണ്ട് അതൊക്കെ പാലിക്കുക. പിന്നെ ഇത് കാലാവസ്ഥ വ്യതിയാനം എന്ന് പറഞ്ഞാൽ മഴയിൽ മാത്രമല്ല, ചൂടിൻ്റെ കാര്യത്തിലും കേരളം എന്താ പറയുക, ഇനിയിപ്പോൾ കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ ചൂടിൻ്റെ അനാലിസിസ് കാണിക്കുന്നതും കേരളത്തിൽ ചൂട് കൂടുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ ഇനിയും പ്രത്യേകിച്ചും 2023 ലോകത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഒരു വർഷമായിരുന്നു. 2024 രണ്ടാമത്തെ ചൂട് കൂടിയ വർഷമായിട്ടാണ് ഇതുവരെയുള്ള ഒബ്സർവേഷൻസ് കാണിക്കുന്നത്. അപ്പോൾ ഇനിയും അത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് 2025 അത് അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും എന്നാണ്. അപ്പോൾ ഈ മഴയുടെ ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ ചൂടിൻ്റെ ആഘാതവും ഒരുപക്ഷെ നമുക്ക് കൂടുതൽ അനുഭവപ്പെട്ടെന്ന് വരാം. അതുകൊണ്ട് തന്നെ എന്തെല്ലാം പ്രിക്കോഷൻസ് അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി മെഷേഴ്സ് എടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യേണ്ടതുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിലും സമൂഹം എന്ന നിലയ്ക്കും പിന്നെ ഗവൺമെൻറ് ഏജൻസികൾ എന്തൊക്കെ ചെയ്യുന്നു അതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്.
മാഡം അല്പസമയം കൂടി തുടരുക. നമുക്ക് മറ്റ് ജില്ലകളിലെ ഇന്നിപ്പോൾ മഴ സാഹചര്യം എന്താണെന്ന് കൂടി ഒന്ന് പരിശോധിക്കാം. ആദ്യം തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ അവിടുന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, തിരുവനന്തപുരത്ത് ഓറഞ്ച് അലേർട്ടാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതെങ്കിലും മേഖലകളിൽ ഇപ്പോൾ ആ രീതിയിലുള്ള മഴ ലഭിക്കുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? പ്രജിൻ, തിരുവനന്തപുരത്ത് ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ മഴയില്ല. ഇന്ന് രാവിലെ മുതൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്, അതായത് മേഘാവൃതമാണ് അന്തരീക്ഷം. പക്ഷേ മഴ കാര്യമായി ലഭിച്ചിട്ടില്ല. രാവിലെ ചില പ്രദേശങ്ങളിൽ ചാറ്റൽ മഴയുണ്ടായിരുന്നു. പക്ഷേ മലയോര മേഖലയിൽ കൂടുതൽ മേഘാവൃതമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മലയോര മേഖലയിൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതുന്നു. പക്ഷേ നഗരപ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതിൻ്റെ അത്ര പോലും മഴ ഇന്ന് ലഭിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം യെല്ലോ അലേർട്ടായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. അതിനുശേഷമാണ് ഓറഞ്ചിലേക്ക് മാറിയത്. എന്നാൽ ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ടാണ്. അതായത് 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിന് മുകളിൽ 204 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ അത്തരത്തിലൊരു മഴ തിരുവനന്തപുരം നഗരത്തിലോ നഗരപ്രദേശത്തിനോട് ചേർന്നുള്ള ഗ്രാമമേഖലയിലോ ലഭിച്ചിട്ടില്ല. എന്തായാലും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്, എപ്പോൾ വേണമെങ്കിലും സാഹചര്യം മാറാം. പ്രവചിച്ച രീതിയിലുള്ള മഴ തിരുവനന്തപുരത്ത് ലഭിച്ചിട്ടില്ല. പ്രജിൻ, ശരി. അപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രകാരമുള്ള രീതിയിലുള്ള അത്ര ശക്തമായ മഴ തിരുവനന്തപുരത്തില്ല എന്നാണ് ഉമേഷ് ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ്. വരും മണിക്കൂറുകളിൽ മഴ ഉണ്ടാകുമോ എന്ന സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇനി ശബരിമലയിലേക്കൊന്ന് പോകാം. അവിടെ ശക്തമായ മഴയുണ്ടായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ നിന്ന് അറിയുന്നു. എന്താണ് അത് തീർത്ഥാടനത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ചോദിക്കാം. അപ്പം പമ്പയിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യവുമാണ്. അശ്വിൻ, കഴിഞ്ഞ ദിവസം ശക്തമായ മഴ പെയ്ത ഒരിടമാണ് സന്നിധാനം. ഇന്നും ആ രീതിയിൽ രാവിലെയൊക്കെ മഴയുണ്ടായിരുന്നു. പമ്പയിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യവുമാണ്. തീർത്ഥാടനത്തെ ഏതെങ്കിലും രീതിയിൽ അത് ബാധിക്കുന്നുണ്ടോ? അവർക്ക് എന്തെങ്കിലും തീർത്ഥാടകർക്കുള്ള ബുദ്ധിമുട്ട് അത്തരം വാർത്തകളുണ്ടോ? പ്രജിൻ, എന്തായാലും ഇന്നലെ ആരംഭിച്ച മഴ ഇന്ന് ഉച്ചവരെ തുടർന്നു. അതായത് ഏകദേശം ഒരു 36 മണിക്കൂറോളം തുടർച്ചയായ മഴയാണ് സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലുമായി കിട്ടിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വൈകുന്നേരമൊക്കെ മല കയറിയ ആളുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട്. കാരണം ആ മഴയത്ത് മല കയറി വരിക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു പ്രശ്നം ഒഴിച്ചു നിർത്തിയാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഭക്തർക്കുണ്ടായില്ല. അതായത് കാര്യമായ ശക്തമായ നിയന്ത്രണങ്ങളൊന്നും ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നില്ല. ഇപ്പോൾ നമുക്ക് സന്നിധാനം കാണാം. ഇവിടെ വലിയ മഴയില്ല. മഴ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് ഇന്നലെ ആരംഭിച്ച മഴ ഇന്ന് ഉച്ചവരെ അതേ രീതിയിൽ തുടർന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കാലാവസ്ഥയിലേക്ക്, നിലവിൽ കാണുന്ന ഒരു കാലാവസ്ഥയിലേക്ക് സന്നിധാനം എത്തിയത് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഒപ്പം ഈ തുടർച്ചയായ മഴ പെയ്തതിൻ്റെ ഫലമായി അല്പസമയം മുമ്പ് സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്കുള്ള വഴിയിൽ 11ാം വളവിൽ നേരിയ തോതിലൊരു മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അത് വലിയ തോതിലേക്ക് മാറിയില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഫയർഫോഴ്സ് എത്തിയ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മഴയിലെല്ലാം ഭക്തർക്ക് ആശ്വാസമായിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പമ്പയിൽ നിന്ന് ലഭിക്കുന്ന പ്ലാസ്റ്റിക് റെയിൻകോട്ടുകളായിരുന്നു. അത് വലിയ തോതിൽ വിൽപ്പനയും ഉണ്ടായിരുന്നു. സന്നിധാനത്തും അതേ രീതിയിൽ തന്നെ വിൽപ്പനയുണ്ടായിരുന്നു. എന്തായാലും അത് പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് പമ്പയും നിലയ്ക്കലും സന്നിധാനവുമൊക്കെ. അതുകൊണ്ട് തന്നെ നിയമാനുസൃതമായി അല്ലാത്തതുകൊണ്ട് അതിൻ്റെ വിൽപ്പന പോലീസ് ഇന്ന് തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മഴയിൽ ഭക്തർക്ക് ആ റെയിൻകോട്ടിൻ്റെ ഒരു സഹായം ഇനി ഉണ്ടാവില്ല എന്നുള്ളത് ഭക്തരെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. പക്ഷേ നിയമവിധേയമായാണ് അത് നിരോധിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ആശ്വാസകരമാണ്. ഇന്നലെ ഏറ്റവും കൂടിയ മഴയാണ് പെയ്തതെന്ന് കൂടി ഇപ്പോൾ പറയുകയാണ്. അതായത് ഈ മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന മഴയാണ്. 63.4 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ 24 മണിക്കൂർ കൊണ്ട് സന്നിധാനത്ത് രേഖപ്പെടുത്തിയത്. പ്രജി, ശരി. അപ്പോൾ ശബരിമലയിലും ആ രീതിയിൽ കാര്യമായ മഴയില്ല. അത് തീർത്ഥാടനത്തിനെ ബാധിച്ചിട്ടില്ല എന്നത് ആശ്വാസമാവുകയാണ്. ഈ മണ്ഡല സീസണിൽ ഇതുവരെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായ മഴ ലഭിച്ച ദിവസമായിരുന്നു ഇന്നലെ എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ തുടരുന്നുണ്ട് നമുക്കൊപ്പം ന്യൂസ് ഈവനിങ്ങിൽ. മാഡം, ഇതിപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത്, നമ്മൾ പാഠഭാഗങ്ങളിൽ പോലും പഠിച്ചതാണ് കേരളത്തിലെ കാലാവസ്ഥ രീതി എന്താണ് എന്നുള്ളത്. നമുക്ക് ഈ പറയുന്ന പോലെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ നമുക്ക് തണുപ്പ് കാലമാണ്, മഞ്ഞുകാലമാണ്, പിന്നീട് അത് വേനൽക്കാലമാണ്. അത് ജൂൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മൺസൂൺ തുടങ്ങുന്നു. പിന്നീട് വീണ്ടും രണ്ട് രീതിയിൽ വരുന്ന മൺസൂൺ നമുക്കുണ്ട്, നമുക്കറിയാം. അതൊക്കെ നമ്മൾ പഠിച്ചതുമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി അതൊന്നുമില്ല. അതായത് ഇതൊക്കെ മാറ്റി നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടമായി കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ചില പ്രേക്ഷകർ ചോദിക്കുന്നു, ഈ വർഷത്തിൽ 2024 മഴ പെയ്യാത്ത ഏതെങ്കിലും ഒരു മാസം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. കേരളത്തിൽ ഏറ്റവും മഴക്കുറവുണ്ടാകുന്ന 2 മാസം സാധാരണ ജനുവരി ഫെബ്രുവരിയാണ്. ഡിസംബറിൽ മഴ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഡിസംബറിൽ കുറച്ച് കൂടുതലാണ് സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ജനുവരിയിലാണ് പൊതുവെ. പിന്നെ തണുപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ കേരളത്തിലെ എന്താ പറയുക, ചൂടിൻ്റെ ഒരു അവസ്ഥ, ചൂട് കൂടുന്ന ഒരു പ്രവണതയാണുള്ളത്. അതിപ്പോൾ ഈ ഒരു സീസണിൽ മാത്രമല്ല, എല്ലാ സീസണുകളിലും ചൂട് കൂടുന്ന ഒരു പ്രവണതയാണ് ഈ അനാലിസിസ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ, ഇപ്പോൾ
പിന്നെ ഒന്ന് ഈ തണുപ്പുണ്ടാവാനുള്ള രണ്ട് കാരണമാണ്. ഒന്ന് ഈ മഴയും അന്തരീക്ഷത്തിലെ ആർദ്രതയും ഇല്ലാതിരുന്നാൽ മാത്രമേ ഉള്ളൂ അന്തരീക്ഷം തണുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. നമുക്ക് മിക്കവാറും എന്ന പോലെ മഴയുണ്ട്, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നീരാവിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭൂമി തണുക്കാനോ അല്ലെങ്കിൽ അന്തരീക്ഷം തണുക്കാനോ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ വടക്ക് നിന്നുള്ള ശീതക്കാറ്റ് ഇവിടേക്ക് എത്തുമ്പോഴാണ് പിന്നെ നമുക്ക് ഒരു തണുപ്പ് അനുഭവപ്പെടുക. അപ്പോൾ അങ്ങനെ ഒരു ശീതക്കാറ്റ് എത്താനുള്ള അത്രയും തണുപ്പ് വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴാണ് വടക്കേ ഇന്ത്യയിൽ തണുപ്പ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമുക്കില്ലാത്തതുകൊണ്ട്, ഈ രണ്ട് സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നില്ല ഈ വർഷം, അങ്ങനെ പറയാം. പിന്നെ പൊതുവേ ഇപ്പോൾ ഒരു ഓവറോൾ പിക്ചർ എന്ന് പറഞ്ഞാൽ, ലാർജർ പിക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂട് കൂടിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ആ കൂടിയ ചൂടിനെ എന്താ പറയുക, അതിനെ ബാലൻസ് ചെയ്യാൻ, അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പറ്റുന്ന രീതിയിലുള്ള മറ്റൊരു കാലാവസ്ഥ പ്രതിഭാസവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ഏറ്റവും തണുപ്പ് കൂടിയ സമയം എന്ന് പറഞ്ഞാൽ ഡിസംബർ പകുതി മുതൽ ജനുവരി പകുതി വരെയാണ്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു പക്ഷേ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ശീതക്കാറ്റ് വരികയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് തീരെ മഴയില്ലാതെ അന്തരീക്ഷം തെളിഞ്ഞ മാനം വരികയൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അന്തരീക്ഷം തണുത്തിട്ട് അങ്ങനെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അവസരങ്ങളിൽ ചിലപ്പോൾ തണുപ്പ് അനുഭവപ്പെട്ടെന്ന് വരാം. അല്ലെങ്കിൽ തണുപ്പ് ഈ പറഞ്ഞ നമ്മുടെ കുളിരും മകരമാസത്തിലെ കുളിരും ഒക്കെ രാവിലെ നമുക്ക് അനുഭവപ്പെടാനുള്ള സാഹചര്യം ഇപ്പോൾ ഇന്നത്തെ നിലയിൽ കാണുന്നില്ല. കാരണം IMDയുടെ ഡിസംബർ മാസത്തെ ടെമ്പറേച്ചർ ഔട്ട്ലുക്കിലും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. സാധാരണയിൽ കൂടുതൽ ടെമ്പറേച്ചറാണ് കേരളത്തിനും ഇന്ത്യയൊട്ടാകെയും കേരളത്തിനും പ്രവചിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഈ സീസണിൽ അങ്ങനൊരു കുളിർക്കാലം ഉണ്ടാകുമോ എന്ന് സംശയമാണ്. എന്നാലും നമുക്ക് പ്രതീക്ഷയോടെ നോക്കിയിരിക്കാം. ഒന്നോ രണ്ടോ സാഹചര്യത്തിലെങ്കിലും ചിലപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടാകുമെന്ന്. മേഡം, അതൊരു നിസ്സാരമായ കാര്യവുമല്ല. കാരണം നമ്മളെ ബാധിക്കുന്ന, അത് സ്വാധീനിക്കുന്ന മറ്റു പല മേഖലകളും കേരളത്തിലുണ്ട്. കേരളത്തിന്റെ കൃഷി, മത്സ്യബന്ധനം, എല്ലാം ഒരുമിച്ച് ചേർന്ന് കിടക്കുന്ന മേഖലകളാണ്. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ, പ്രത്യാഘാതങ്ങൾ ഈ മേഖലകളിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ കേരളത്തെ പല രീതികളിൽ ബാധിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക കർമ്മ പദ്ധതി അതിലേക്കൊക്കെ സർക്കാർ കടന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അടുത്തൊരു 7 വർഷത്തേക്ക് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം പഠിക്കാനും അതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള കർമ്മ പദ്ധതികൾ ഒരുങ്ങുന്നുണ്ടെന്ന് അറിയുന്നു. നമുക്ക് അതിലേക്കൊക്കെ വരാം. കേരളത്തിലെ മാറുന്ന കാലാവസ്ഥയെക്കുറിച്ചാണ് ന്യൂസ് ലിങ്ക് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ നിത കെ ഗോപാൽ തുടരുന്നുമുണ്ട്. അതിനു മുമ്പ് കൊല്ലം ജില്ലയിലെ കാലാവസ്ഥാ സാഹചര്യം, മഴ സാഹചര്യം എന്താണെന്ന് നോക്കാം. അരുൺ രാജ് അവിടെ നിന്ന് തത്സമയം ചേരുന്നു. അരുൺ, എന്താണ് കൊല്ലത്ത് ഓറഞ്ച് അലർട്ടാണ്, പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്തും ഒപ്പം ശബരിമലയിലൊക്കെ നമ്മൾ കണ്ടു, അവിടെ കാര്യമായ മഴയില്ല. ആ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. എന്താണ് കൊല്ലത്തെ സാഹചര്യം? ഏതെങ്കിലും ഇടങ്ങളിൽ ശക്തമായ മഴ ഇപ്പോൾ പെയ്യുന്നുണ്ടോ? പ്രജിൻ, കൊല്ലം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല, അതായത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിൽ വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. കനത്ത മഴ തന്നെ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ പ്രദേശവാസികളിൽ നിന്നും നമ്മുടെ പ്രാദേശിക ലേഖയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കുറ്റാലം വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ പാലരുവി വെള്ളച്ചാട്ടം എന്നിവ നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. വിനോദസഞ്ചാരികൾക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ തുടർച്ചയായി തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പുളിയറ അടക്കമുള്ള ഭാഗങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ മഴ തോരാതെ പെയ്യുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ കൊല്ലം ജില്ലയുടെ നഗര ഗ്രാമ മേഖലയിൽ മഴ പെയ്യുന്നില്ല. പക്ഷേ കിഴക്കൻ മേഖലയിൽ മഴ ഇടവിട്ട സമയങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ്, കൊല്ലത്തും ആ രീതിയിൽ കാര്യമായ മഴ നഗരപ്രദേശങ്ങളിലില്ല. മറ്റ് ഇടങ്ങളിൽ ചെറിയ രീതിയിലുള്ള മഴയുണ്ട് എന്നതാണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ. അപ്പോൾ ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച 3 ജില്ലകളിലും കാര്യമായ മഴ ഈ മണിക്കൂറിൽ പെയ്തിട്ടില്ല എന്നത് ആശ്വാസമാവുകയാണ്. നിത കെ ഗോപാൽ തുടരുന്നുണ്ട്, തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ. മാഡം, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ഇടങ്ങളിൽ നമുക്ക് കാര്യമായ മഴയില്ല എന്നത് ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ കാര്യമാണ്, അതായത് ഈ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലാവസ്ഥയെക്കുറിച്ച് കൃത്യമായി പഠിക്കാനും അത് അങ്ങനെ വരുമ്പോഴുള്ള അല്ലെങ്കിൽ അത്തരം മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പ്രത്യാഘാതങ്ങൾ ഏതൊക്കെ മേഖലകളിലാണ് ഏറ്റവും കൂടുതലായി ഉണ്ടാവുക, അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും എന്നതൊക്കെ കൃത്യമായി പരിശോധിച്ച് ഒരു ഇടപെടൽ നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ കേരള സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്, അത് നടപ്പിലാക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താണത് ഉദ്ദേശിക്കുന്നത് കൊണ്ട്, ഒപ്പം തന്നെ അതിൽ ഏതൊക്കെ മേഖലകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാഡം? അത് ആക്ഷൻ പ്ലാനിൻ്റെ പാർട്ടായിരുന്നില്ല IMD, അത് കേരള സ്റ്റേറ്റിൻ്റെ മാത്രം പ്ലാനാണ്. നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യമായി ബാധിക്കുന്ന നമ്മുടെ ഒരു ഫീൽഡ് സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. പിന്നെ നമ്മുടെ ഹെൽത്ത് ഇതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഏറ്റവും ആദ്യം, കാരണം ഇന്നത്തെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയോ വൈറലോ ഫംഗസോ ഒക്കെ
ആയിരിക്കും നമ്മളുടെ ശരീരവും അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതിൽ വരുന്ന മാറ്റം, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, മാറിയ കാലാവസ്ഥയിൽ ജീവിക്കുന്ന ഈ സൂക്ഷ്മാണുക്കളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വരുന്ന അസുഖങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയും അതിനനുസരിച്ചിട്ട് മാറും. ഇപ്പോൾ ആരോഗ്യവും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപക്ഷെ നമ്മുടെ കൃഷിയുടെ പാറ്റേൺ അതിനെ ബാധിക്കാം. നമുക്ക് ഫലപ്രദമായിട്ട് കൃഷി ചെയ്യാവുന്ന കൃഷി ഇനങ്ങൾ മാറാം. ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഈ മാറ്റം തുടങ്ങിയിട്ടേ ഉള്ളൂ. ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും ഈ കൃഷി ലാഭകരമല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കൃഷി നശിച്ചു പോയതുകൊണ്ടൊക്കെ ക്ലൈമറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തന്നെ അങ്ങനെ ഒരു പേര് പോലും വന്നിട്ടുണ്ട്. കാരണം കൃഷിയിടങ്ങൾ ഉപയോഗശൂന്യമാകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടതുകൊണ്ടോ ഒരു സമൂഹം മൊത്തത്തിൽ ഇങ്ങനെ സഞ്ചരിച്ച്, പ്രത്യേകിച്ചും അതിന് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ സഹേലാണ് ഏറ്റവും വലിയ മൈഗ്രേഷൻ കണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുള്ള. അതുപോലെ നമ്മുടെ കോസ്റ്റൽ പോപ്പുലേഷൻ ഇതുപോലെ പെട്ടെന്ന് അഫക്റ്റഡ് ആവാൻ പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അങ്ങനെ കാലാവസ്ഥ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാഗത്തെയും ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയിലുണ്ടാകുന്ന എല്ലാ വ്യതിയാനവും നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ബാധിക്കും എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ ഈ സർക്കാരിൻ്റെ കർമ്മ പദ്ധതികൾ എനിക്കെൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല കേരള സർക്കാരിൻ്റെ, പക്ഷേ കൃഷി, പിന്നെ ആരോഗ്യം, ഇതൊക്കെ ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങളായിട്ട് വരിക. അതെ, ഞാൻ മനസ്സിലാക്കുന്നത് കൃഷിയുണ്ട്, കന്നുകാലി വളർത്തലുണ്ട്, മീൻപിടുത്തമുണ്ട്, ഇതെല്ലാം ചേർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ മേഖലകളിൽ എത്രമാത്രം അതെ ആഘാതം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പഠിക്കാനാണ് ആക്ഷൻ പ്ലാൻ. അതെ അതെ ഇപ്പോൾ നമുക്കിപ്പം നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് ഈ വ്യതിയാനം കണ്ടു തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയുള്ളൂ. ഇപ്പോൾ ഇത് ഏത് രീതിയിലാണ്, എത്ര നാളത്തേക്ക് ഇതിൻ്റെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രവണത എന്താണ്, ഇത് കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കുമോ എന്നുള്ളതിനൊരു ഏകദേശ ധാരണ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു മിനിമം ഒരു 10 വർഷമെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ ഇതൊരു സ്റ്റഡി ആയിട്ട് നല്ല സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനാണോ അതോ ഇതിങ്ങനെ ജസ്റ്റ് വന്നു പോകുന്ന ഒരു അവസ്ഥയാണോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഗ്രാജുവലായിട്ട് അത് നമ്മൾ ചെറിയ ചെറിയ പടികളായിട്ട് പതുക്കെ നമ്മൾ ഈ മാറിയ സാഹചര്യമായിട്ട് ഒത്തിണങ്ങി പോകാനുള്ള കർമ്മ പദ്ധതിയാണ് ഈ രൂപവൽക്കരിച്ചിരിക്കുന്നത്. മേഡം, നമുക്കറിയാം ഇപ്പോൾ ഈ കേരളത്തിൽ അതായത് നമ്മൾ ഈ പുതിയ മാറിയ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകുക. തീർച്ചയായിട്ടും. ഇപ്പം മേഡം നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഈ രീതിയിലുള്ള മാറ്റങ്ങൾക്ക്, കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ നമുക്കത് ആഗോളതാപനവുമായി ബന്ധപ്പെട്ടാണ് എന്ന് നേരത്തെ മാഡം പറഞ്ഞു. ഇപ്പോൾ സമുദ്രത്തിലുണ്ടാകുന്ന കാറ്റ് അത് പിന്നീട് ന്യൂനമർദ്ദമായി മാറുന്നു, അത് പിന്നീട് സൈക്ലോണായി മാറുന്നു. അതിൻ്റെ പ്രഭാവം കൊണ്ട് നമ്മുടെ ഈ പറയുന്ന മേഖലകളിൽ, പ്രത്യേകിച്ചും ഈ നമ്മുടെ കേരളം, തമിഴ്നാട് ഏരിയകളിലൊക്കെ ശക്തമായ മഴയുണ്ടാകുന്നു എന്ന് പറയുന്നു. അതല്ലാതെ കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന മറ്റ് കാരണങ്ങൾ കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഈ കാർബൺ ബഹിർഗമനമുണ്ട്, ഹരിത ഗൃഹവാതകങ്ങളുടെ അമിത ഉപയോഗമുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാന ലഘൂകരണം അത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ടോ? അതുണ്ടെങ്കിൽ അതെങ്ങനെ? ഉണ്ട്. അതിനൊരു ഉദാഹരണം ഉണ്ടെന്ന് പറഞ്ഞാൽ വ്യക്തി ജീവിതത്തിൽ വരുത്താവുന്ന മാറ്റങ്ങളുണ്ട്, സർക്കാരിൻ്റെ പോളിസികളുണ്ട്. അപ്പോൾ വ്യക്തി ജീവിതത്തിൽ വരുത്താവുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പലരും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ഒരു പോളിസി നമുക്ക് ഏറ്റവും പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒന്നാണ്. ഈ നമ്മൾ പണ്ട് AC-യിലും ഫ്രിഡ്ജിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന CFCs അല്ലെങ്കിൽ ക്ലോറോഫ്ലൂറോ കാർബൺസ് 2000-ങ്ങളുടെ തുടക്കത്തിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു. അതൊക്കെ മാറ്റി. അതിന് കാരണമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിൽ ഉണ്ടായിരുന്ന വിള്ളലാണ്. അപ്പോൾ അന്ന് മുതൽ എല്ലാവരും ഒന്നിച്ച് സർക്കാരിൻ്റെ ഒരു പോളിസിയായിരുന്നു, നമ്മൾ വ്യക്തികളെന്ന നിലയിൽ നമ്മുടെ AC-കളിലും ഫ്രിഡ്ജുകളും ഒക്കെ പുതിയ സിസ്റ്റങ്ങൾ ഉപയോഗിച്ചു. അത് മാറി അതിന് ഫലമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുത. 2024 ഒക്ടോബറിൽ ചെയ്ത മെഷർമെൻറ്റ്സിൽ നമ്മുടെ ഓസോൺ പാളിയിലെ വിള്ളലിൻ്റെ അളവ് വളരെ കുറഞ്ഞിട്ടുള്ളതായിട്ടാണ് നിരീക്ഷണങ്ങൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂട്ടായി നിന്ന് കഴിഞ്ഞാൽ, ഇതൊരു സർക്കാരിൻ്റെയോ ഒരു ഏജൻസിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ആളുകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം ഇത് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ അതിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വ്യക്തി ജീവിതത്തിലും പിന്നെ സർക്കാർ പിന്നെ സൗരോർജ്ജ പദ്ധതികൾ, അത് നമ്മുടെ എന്താ പറയുക, റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ നമുക്ക് പുനരുപയോഗിക്കാവുന്ന എനർജി സോഴ്സസ് ഉപയോഗിക്കുക, പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം അത് അഡാപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും പ്രധാനമാണ്. കാരണം ഇതൊരു നിയമനിർമ്മാണം കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് പേര് മാത്രം ചെയ്യുന്നതുകൊണ്ടോ മാത്രം മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കാരണം നമ്മൾ ഇന്നിപ്പോൾ എല്ലാവരും ആ സാഹചര്യത്തിൽ കൂടി തന്നെയാണ്. അതിൽ ഒരു സമൂഹവും ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും സർക്കാരിൻ്റെ പോളിസിയും നമ്മുടെ സ്വന്തം
ഇഷ്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ഇത് ലഘൂകരിക്കാൻ പറ്റും. അതിനുള്ളൊരു തെളിവാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓസോണിൻ്റെ അളവിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും പറയുന്നതാണ് ഗോഡ്സ് ഓൺ കൺട്രിയാണ് എന്നതിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇവിടുത്തെ കാലാവസ്ഥയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം 2018 മുമ്പൊക്കെ നമുക്കൊരു കാലാവസ്ഥ സുരക്ഷിതത്വം ഉണ്ടായിരുന്നു, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വെതർ ഉള്ള ഒരു ഏരിയ എന്ന രീതിയിൽ. അത് നമ്മുടെ ടൂറിസത്തിനൊക്കെ അത് മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴങ്ങനെ ഒരു കാലാവസ്ഥ സുരക്ഷിതത്വം നമുക്ക് കേരളത്തിലില്ല. അടിക്കടി ഉണ്ടാകുന്ന മഴ, അതുണ്ടാക്കുന്ന അപകടങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ ഇനി എങ്ങോട്ടാണ്, ഏത് രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നതുകൂടി ഏറ്റവും പ്രധാനമായി മാറുന്ന ഒരു കാലാവസ്ഥയിലാണ്, ഒരു പരിതസ്ഥിതിയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതേക്കുറിച്ച് എന്താണ്? ആ കാലാവസ്ഥാ സുരക്ഷിതത്വം നമുക്ക് നഷ്ടമാവുകയാണ്. നമ്മൾ പഠിച്ചു വെച്ച, നമ്മൾ മനസ്സിലാക്കിയ രീതിയിലല്ല ഒരു വർഷത്തിലെ നമ്മുടെ മഴയോ വെയിലോ മഞ്ഞോ ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നു ഇപ്പോൾ. അതെ, നമുക്ക് മൺസൂൺ ടൂറിസം എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം മൺസൂൺ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോകാൻ പറ്റാത്തൊരു കാലമായിട്ടാണ് പ്രത്യേകിച്ചും ആക്റ്റീവ് ഫേസ് വരുമ്പോഴുള്ളത്. ശക്തിയായ മഴയുള്ളപ്പോൾ നമുക്ക് ടൂറിസ്റ്റ് പ്ലേസുകൾ അല്ലെങ്കിൽ പിക്നിക് സ്പോട്ടുകളൊക്കെ എല്ലാം അടച്ചിടുക, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നു. അപ്പോൾ ഇതൊരു കാലാവസ്ഥ വകുപ്പ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് സ്പോട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫോർകാസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഇപ്പോൾ അതുണ്ട്, എന്നാലും എന്താ പറയുക, ഇപ്പം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ഒരു ഇനിഷ്യൽ ലെവലൊരു ഡിസ്കഷനിൽ നടന്നിട്ടുള്ളൂ. അവർ റിക്വയർമെൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഫോർകാസ്റ്റ് കൊടുക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും അതുപോലെ ഇങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാവാതെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു വിശ്വാസം. നന്ദി ശ്രീമതി നീത കെ ഗോപാൽ, ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നതിനും ഈ കാര്യങ്ങൾ വിശദീകരിച്ചതിനും. എന്തായാലും കാലാവസ്ഥ മാറ്റം അത് കേരളത്തിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. വരും വർഷങ്ങളിൽ ഈ രീതിയിൽ തന്നെ തുടരുകയും ചെയ്യും. എല്ലാ മാസവും മഴ പെയ്യുന്ന ഒരു സംസ്ഥാനം എന്നൊക്കെ രീതിയിലുള്ള ഒരു ടൈറ്റിൽ ഒരു പക്ഷേ കേരളത്തിന് ഇനി കൈവന്നേക്കാം. ആ രീതിയിലാണ് കാര്യങ്ങൾ. 2024 മഴ പെയ്യാത്ത മാസം ഉണ്ടായിട്ടുണ്ടോ എന്നത് നമുക്ക് തന്നെ സംശയമാണ്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ചെയ്യാനുള്ളത് ഈ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് ബോധവാന്മാരാകുക, ആ രീതിയിൽ നമ്മുടെ ജീവിത രീതികൾ മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ന്യൂസ് ചർച്ച പൂർത്തിയാവുകയാണ്.